ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജീര റൈസാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം നമ്മൾ കഴിക്കുന്ന ജീര റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ജീര റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇതാ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമുക്ക് 5-6 ഏലക്ക, ഒരു 9 ഗ്രാമ്പു, 3 ബേ ലീഫ്, ഒരു വലിയ പീസ് കറുകപ്പട്ട പൊട്ടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഗീ കൂടി ചേർത്ത് കൊടുക്കാം. ഹാഫ് ലെമണിന്റെ ജ്യൂസ് കൂടി ചേർക്കാം. ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി ലോങ് റൈസ് ആണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം ജീര റൈസ് കഴിക്കുന്ന സമയത്ത് റൈസിന് നല്ല നീളം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കുമ്പോഴും നല്ല ലോങ് റൈസ് തന്നെ സെലക്ട് ചെയ്യുക. ഈ റൈസ് നമ്മൾ കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം ഡ്രെയിൻ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. റൈസ് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാന് പകുതി അടച്ചു വെക്കാം. നമ്മുടെ റൈസ് ഒന്ന് 90% മാത്രം കുക്കാക്കിയാൽ മതി. റൈസ് നമ്മൾ കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് എന്തായി എന്ന് നോക്കാം. നമ്മുടെ റൈസ് ഓവർ കുക്ക് ആയിട്ടില്ല. 90% മാത്രമേ കുക്കായിട്ടുള്ളൂ. റൈസ് ഓവർ കുക്കാവാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ റൈസ് ഡ്രെയിൻ ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് പാന് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീ കൂടി ഇട്ട് കൊടുക്കാം. ഗീ മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് നടുകീറിയത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ഈ ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ പലതരം റൈസുകളും കഴിച്ചിട്ടുണ്ട്. ഇതും നല്ലൊരു വെറൈറ്റി ടേസ്റ്റുള്ള റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജീരകം റോസ്റ്റായി വന്നതിന് ശേഷം കുക്ക് ചെയ്തെടുത്തിട്ടുള്ള റൈസ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. റൈസ് നമ്മൾ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ച് മറ്റൊരു പണി കൂടി ബാക്കിയുണ്ട്. നമുക്കൊരു ചെറിയ പാന് വെച്ച് കൊടുക്കാം. പാന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീ ഇട്ട് കൊടുക്കാം. ഗീ മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചധികം തന്നെ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ റേസിൻസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കാഷ്യൂ നട്ട്സും റേസിൻസും കൂടി ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ കാഷ്യൂ നട്ട്സും റേസിൻസും നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം റൈസിന് മുകളിലൂടെ ഈ ഗീയും കാഷ്യൂ നട്ട്സും റേസിൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലായി കുറച്ചധികം തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജീര റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല, ബീഫ് മസാല, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ ഇതെല്ലാം നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.